ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. തുടക്കക്കാരായ കുട്ടികൾ, മുതിർന്നവർ, ചിത്രകല അഭ്യസിക്കാൻ താല്പര്യമുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷെയ്ഡിങ് ടെക്നിക്, അതുപോലെ വാല്യൂസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ഈ എപ്പിസോഡിൽ വാല്യൂസ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കണം. പലരും ചോദിക്കുന്ന കാര്യമാണ് ഷെയ്ഡിങ് എന്താണ്, എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച്. ഷെയ്ഡിങ്ങിനെ കുറിച്ച് അറിയുന്നതിന് മുന്നായിട്ട് നമ്മൾ ലൈറ്റ് ആൻഡ് ഷാഡോ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഈ ലൈറ്റ് ആൻഡ് ഷാഡോ ആശ്രയിച്ചിരിക്കുന്നത് തന്നെ വാല്യൂസിലാണ്. അതുകൊണ്ട് തന്നെ വാല്യൂസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വാല്യൂസ്. വിഷ്വൽ ആർട്സിൽ ലൈറ്റ് ആൻഡ് ഷാഡോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നൂറ്റാണ്ടുകളായി ചിത്രകലയിൽ, ഫോട്ടോഗ്രാഫിയിൽ, അതുപോലെ ഛായാഗ്രഹണ മേഖലകളും പിന്തുടരുന്ന ഒരു രീതി തന്നെയാണ് ലൈറ്റ് ആൻഡ് ഷാഡോ ടെക്നിക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വാല്യൂസിനെ കുറിച്ചും ഷെയ്ഡിങ്ങിനെ കുറിച്ചുള്ളതാണ്. നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാല്യൂസ് ഡെമോ ഉണ്ടാക്കി നോക്കാം. വാല്യൂ സ്കെയിൽ ഡെമോ ഉണ്ടാക്കുന്നതിനായി ആദ്യമായി വേണ്ടത് ഒരു വൈറ്റ് ഷീറ്റ്, അതുപോലെ ഒരു റൂളർ, ഒരു പെൻസിൽ, പിന്നെ ഇറേസർ. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്കൊരു വാല്യൂ സ്കെയിൽ ഡെമോ ഉണ്ടാക്കാവുന്നതാണ്. 5 സ്റ്റെപ്സോട് കൂടിയാണ് നമ്മളൊരു വാല്യൂ സ്കെയിൽ ഡെമോ ഉണ്ടാക്കാൻ പോകുന്നത്. 5 ബോക്സസ് വരയ്ക്കുകയാണ്. ഏകദേശം ഒരേ സൈസ് ആവുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി. 5 ബോക്സ്, 1 2 3 4 5, ഏകദേശം ഒരേ സൈസിലുള്ള 5 ബോക്സ് നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാല്യൂ സ്കെയിൽ ഡെമോ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ കോളത്തിൽ, അതായത് ഇവിടെ നമുക്ക് ഈ കോളത്തിൽ നമുക്ക് അത്യാവശ്യം നല്ല ഡാർക്കായിട്ട് തന്നെ പെൻസിൽ യൂസ് ചെയ്യാം. ഈ ആദ്യത്തെ കോളത്തിൽ വരക്കുന്നതാണ് നമ്മുടെ ഏറ്റവും ഡാർക്കസ്റ്റ് വാല്യൂ. അതിന് പെൻസിലിൻ്റെ ടിപ്പ് ഇത്തിരി പ്രഷറൈസ് ചെയ്തിട്ട് തന്നെ നമുക്ക് വരക്കാം, എന്നാൽ ഇത്തിരി ഡാർക്കായിട്ട് വരും. പെൻസിലിൻ്റെ ടിപ്പ് നന്നായിട്ട് പ്രഷറൈസ് ചെയ്ത് അമർത്തി തന്നെ വരക്കുക. ഈ ആദ്യത്തെ കോളത്തിലാണ് ഏറ്റവും ഡാർക്കസ്റ്റ് വാല്യൂ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഏറ്റവും ഡാർക്കായ ഈ വാല്യൂവിന് നമുക്കൊരു നമ്പർ കൊടുക്കാം. ഇതാണ് 5 വാല്യൂ. കോളം നമ്പർ 1 പേപ്പർ വൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് നിലനിർത്താം. നമ്പർ 1 വാല്യൂ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ വരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം അത് പേപ്പർ വൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. 5 വാല്യൂവും 1 വാല്യൂവും ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ മിഡിലുള്ള ചില വാല്യൂസ് കണ്ടിന്യൂ ചെയ്ത് പോവാം. മൂന്നാമത്തെ കോളം ഞാൻ ഫില്ല് ചെയ്യാൻ പോവാണ്. 3rd വാല്യൂ നമുക്ക് പെൻസിലിൻ്റെ ഒരു വാഷിംഗ് ടെക്നിക്ക് വെച്ചിട്ട് ചെയ്യാം. ചെറുതായി ഇങ്ങനെ വാഷിംഗ് ടെക്നിക്ക് ചെയ്ത് നമുക്കത് ഫില്ല് ചെയ്യാം. ഈ വാഷിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, പേപ്പറിൻ്റെ ടെക്സ്ചർ, പേപ്പറിൻ്റെ ഗ്രൈനിങ് നമ്മുടെ ഈ ഷെയ്ഡിങ്ങിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ്. നമ്മൾ 4th വാല്യൂ ചെയ്യാൻ പോവാണ്. 3rd വാല്യൂ ചെയ്തതിനേക്കാളും കുറച്ചുകൂടി പ്രഷർ ചെലുത്തിയിട്ട് ഇതേ വാഷിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് 4th വാല്യൂ ഉണ്ടാക്കാം.
വാല്യൂ നമ്പർ 2, സെക്കൻഡ് വാല്യൂ. തേർഡ് വാല്യൂവിലും ഫോർത്ത് വാല്യൂവിലും യൂസ് ചെയ്ത അത്രയും പ്രഷർ നമ്മൾ ചെലുത്തേണ്ട ആവശ്യമില്ല. ഇതിൽ ചെറുതായിട്ടൊന്ന് ഇതേ വാഷിംഗ് ടെക്നിക്കോ അല്ലെങ്കിൽ പെൻസിൽ ഒന്ന് ചരിച്ച് പിടിച്ചോ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് 5 വാല്യൂസും കിട്ടിയിരിക്കുകയാണ്. ഫസ്റ്റ് വാല്യൂ, സെക്കൻഡ് വാല്യൂ, തേർഡ് വാല്യൂ, ഫോർത്ത്, ഫിഫ്ത്ത്. ഇതിലേറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള വാല്യൂ 5th ആണ്. അതിനേക്കാൾ ഇച്ചിരി കൂടി കുറഞ്ഞൊരു വാല്യൂ ആയിട്ട് വരും ഫോർത്ത്. അതിലും കുറച്ച് കുറഞ്ഞിട്ട് വരും തേർഡ് വാല്യൂ. അതിലും കുറഞ്ഞ് വരും സെക്കൻഡ് വാല്യൂ. ഫസ്റ്റ് വാല്യൂവിൽ നമ്മൾ പെൻസിൽ വെച്ച് ഷെയ്ഡൊന്നും ചെയ്യുന്നില്ല. പേപ്പർ വൈറ്റ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് വൈറ്റായിട്ട് തന്നെ നിലനിർത്താം. പെൻസിൽ എത്രത്തോളം പ്രഷർ ചെലുത്തുന്നോ അതിനനുസരിച്ച് നമുക്ക് ഓരോ വാല്യൂസും ഉണ്ടാക്കാവുന്നതാണ്. വാല്യൂ നമ്പർ 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ വാല്യൂ നമ്പർ 2ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാം. 3ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം കാണാം. 4ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം കാണാം. 5 ആണ് ഏറ്റവും ഡാർക്ക്, അതിലും കുറഞ്ഞ് 4 വരും, പിന്നെ 3, പിന്നെ 2. ഇത് കാണുമ്പോൾ ഒരു ഗ്രഡേഷൻ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെയാണ് വാല്യൂ സ്കെയിൽ. 1 മുതൽ 5 വരെ എടുത്തു കഴിഞ്ഞാലുള്ള അതിൻ്റെ ഇടയിൽ വരുന്ന ആ വാല്യൂസിൻ്റെ ഡിഫറൻസ് തന്നെയാണ് നമ്മൾ ഷെയ്ഡിങ് ടെക്നിക്കിലും യൂസ് ചെയ്യുന്നത്. വാല്യൂ സ്കെയിൽ നമുക്ക് വിത്തൗട്ട് ബോക്സ്, അതായത് ബോക്സ് ഇല്ലാതെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന വാല്യൂ സ്കെയിലിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പ്രാക്ടീസ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എത്രത്തോളം നമ്മളത് ചെയ്യുന്നോ അത്രത്തോളം പെർഫെക്റ്റായിട്ട് നമുക്ക് ഷെയ്ഡിങ്ങും വാല്യൂസിനെ കുറിച്ചുള്ള ധാരണ കൂടുതൽ കിട്ടുന്നതാണ്. ഷെയ്ഡിങ്ങിനെ കുറിച്ചും വാല്യൂസിനെ കുറിച്ചും നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കരുത്. കാരണം അതിലാണ് കൂടുതലായിട്ടും ഷെയ്ഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നതും ഡെമോ കാണിക്കാൻ പോകുന്നതും. ഇതിൻ്റെ ഒരു കണ്ടിന്യൂ വീഡിയോ ആയിരിക്കും. ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും അടുത്തതും. നിങ്ങളെല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടിനും ലൈക്സിനും കമൻസിനും ഒരുപാട് നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ബൈ.